പരിശുദ്ധമായ ഖുർആനുമായി ബന്ധവും അത് ഓതാനുള്ള പ്രത്യേകമായ അറിവും ഉള്ളവരായി നമ്മുടെ മക്കളെ വളർത്തൽ ഓരോ രക്ഷിതാക്കളുടെ കടപ്പാടാണ്. ഖുർആൻ ഓതാൻ പഠിപ്പിക്കൽ മാത്രമല്ല, ഹബീബായ സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ കുറിച്ച് ആയിഷ ബീവിയോട് ചോദിച്ചു, റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം എങ്ങനെയായിരുന്നു, ഇവിടുത്തെ സ്വഭാവം എന്തായിരുന്നു? അപ്പോ ആയിഷ ബീവിയുടെ മറുപടി, കാന ഖുലുഖുഹു വൽ ഖുർആൻ. റസൂലുള്ളാഹി തങ്ങളുടെ ജീവിതം തന്നെ ഖുർആനായിരുന്നു, അവിടുത്തെ സ്വഭാവം തന്നെ ഖുർആനായിരുന്നു. അത് പകർത്തിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. ആ സ്വഹാബത്തിനെ നോക്കിയാൽ ഖുർആൻ എന്താണെന്ന് അവരെ ജീവിതം നോക്കിയാൽ മനസ്സിലാവുമായിരുന്നു. സ്വഹാബത്തിന്റെ ജീവിതം നോക്കിയാൽ ഖുർആൻ എന്താണ് എന്ന് മനസ്സിലായിരുന്നു. ആ രൂപത്തിൽ അതേപോലെ ഖുർആനിന്റെ ശൈലി ജീവിതത്തിൽ പകർത്തിയവരായിരുന്നു മഹാന്മാരായ സ്വഹാബത്ത്. അപ്പൊ അങ്ങനെയുള്ള ആ ഒരു അവസ്ഥ നമുക്കുണ്ടാവണം ആദ്യമായിട്ട്. അതുണ്ടായാൽ അത് കണ്ടിട്ട് നമ്മുടെ മക്കളും അതുപോലെ ജീവിക്കാൻ താല്പര്യപ്പെടുന്ന മക്കളായി കിട്ടും. ഇത് പറയാനുള്ള കാരണം, നമ്മുടെ മക്കളുടെ ജീവിതം അങ്ങനെയാണ്. എത്രയോ നമ്മുടെ സുഹൃത്തുക്കൾ കുംബ്ലയിൽ, അതുപോലെ ഉപ്പളയിൽ, മുഗറാനിലൊക്കെയും ഉള്ള എത്രയോ കൂട്ടുകാർ എപ്പോഴും നിരന്തരമായിട്ട് വിളിച്ചു പറഞ്ഞു, ഉസ്താദെ നമ്മുടെ ഈ SLC കഴിഞ്ഞിട്ടുള്ള നമ്മുടെ മക്കൾ ആണും പെണ്ണും അവരുടെ ജീവിതമൊക്കെ കാണുമ്പോൾ, സ്കൂളൊക്കെ വിട്ട് കഴിഞ്ഞാൽ പറയാൻ 4 മണിക്കോ സ്കൂൾ വിട്ടാൽ ആ ആൺമക്കളും പെണ്ണുമക്കളും ബസ് കയ്യിൽ പോകുന്നത് 6:30 മണിയാകുമ്പോഴാണ് സ്ഥലം. അതുവരെ ചെക്കന്മാരും പെണ്ണുമക്കളൊക്കെ ഇങ്ങനെ പഞ്ചാരടിയാണ്, അങ്ങോട്ടും ഇങ്ങോട്ട് സംസാരിക്കുക. സുബ്ഹാന ജല്ല ജലാലുഹു. നമ്മുടെ കണ്ണുകൊണ്ട് കണ്ടതാണ്, കണ്ണുകൊണ്ട് കണ്ട കാഴ്ചകൾ എത്രയോ. പ്ലസ് വൺ എന്ന് പറഞ്ഞാൽ പ്രായപൂർത്തിയായ മക്കള് തോല് കൈവച്ചിട്ട് ആണ് പെണ്ണ് നടക്കുന്ന മറ്റുള്ള മതക്കാരൊന്നുമല്ല. മറ്റുള്ള മതക്കാർ അങ്ങനെയുള്ള ഓരോ അവസ്ഥയും കാണാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. നല്ല ഡീസെന്റ് ആയിട്ട് സ്കൂളിൽ വരും, ഡീസെന്റ് ആയിട്ട് അതിന്റെ സമയം കഴിയുമ്പോൾ സ്കൂൾ കഴിഞ്ഞിട്ട് വീട്ടിലേക്ക് പോകും. ഞമ്മടെ മക്കളോ കണ്ടാല് ഞമ്മക്ക് എന്നെ നാണം ഉണ്ടാക്കി പോകും, ഞമ്മന്നെ കണ്ടിട്ട് കാണാത്തതുപോലെ നടിക്കേണ്ടി വരും. ആ രൂപത്തിലാണ്. കാരണം ഇത് ഒരു അന്യ ആണും അന്യ പെണ്ണും കാണലും അവര് സംസാരിക്കലും അവര് ആ രൂപത്തിലുള്ള പ്രവർത്തനങ്ങളിലൊക്കെയും പങ്കാളികളാകലും അത് കഠിനമായ ഹറാമാണ് എന്ന് പരിശുദ്ധ ഖുർആൻ നമ്മെ ഓർമ്മപ്പെടുത്തിയതാണ്. കടുത്ത ഹറാമാണ്. അതുകൊണ്ട് ഒരുപാട് വ്യഭിചാരത്തിലേക്ക് അടക്കം നമ്മുടെ മക്കളുടെ ആ ഒരു നീക്കം നീങ്ങിപ്പോകുന്നതാണ്. അതൊന്നും നമ്മുടെ മക്കൾക്ക് വലിയ വിഷയമൊന്നുമല്ല. സുബ്ഹാനല്ലാഹ്. ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളും മഹദിയായ ബീബി ആയിഷ റളിയല്ലാഹു അൻഹയും മറ്റുള്ള ഒരുപാട് സഹോദരിമാരൊക്കെയും നബി തങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ സംസാരിച്ചു കൊണ്ടിരിക്കുന്നതിന്റെ ഇടയിൽ ഒരു കണ്ണ് കാണാത്ത ഒരു സ്വഹാബി, അയാൾക്ക് കണ്ണിന് കാഴ്ചയില്ലാത്ത ഒരു സ്വഹാബി ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ വീട്ടിലേക്ക് കടന്നു വന്നതാണ്. എന്നപ്പോ ആയിഷ ബീബി അടക്കമുള്ള സഹോദരിമാര് അങ്ങോട്ട് നീങ്ങിപ്പോയില്ല. വരുന്നത് ഒരു അന്യപുരുഷനാണ്. പക്ഷെ ആയിഷ ബീബി കുറച്ച് മരക്കപ്പുറം നീങ്ങി നിന്നില്ല എന്നാണ്. അങ്ങനെ നീങ്ങാത്തത് കണ്ടപ്പോ ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് ചോദിച്ചതിന്, അല്ല ആയിഷ, എന്താ ആയിഷ നീ അന്യപുരുഷനല്ലേ കടന്നു വരുന്നത്? കാണാൻ പറ്റാത്ത ഒരു പുരുഷനല്ലേ കടന്നു വരുന്നത്? പിന്നെന്താ ആയിഷ നീ നീങ്ങാത്ത? ആയിഷ ബീവി നല്ല മറുപടി പറഞ്ഞു, ബിയെ എനിക്ക് കാണുന്നില്ലല്ലോ. വരുന്ന സ്വഹാബിന് കണ്ണിന് കാഴ്ചയില്ലല്ലോ, എന്തിനാ കാണുന്നില്ല, ഞാനെന്തിന് നീങ്ങണോ ചോദിച്ചു. അപ്പൊ ആയിഷ ബീവിയോട് ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ തിരിച്ചു ചോദിച്ചു, അല്ല ആയിഷ, അയാൾക്ക് നിന്നെ കാണുന്നില്ലെങ്കിൽ നിനക്ക് അയാളെ കാണുന്നില്ല ചോദിച്ചു. നിനക്ക് കാണാൻ പറ്റുമോ? അയാൾ കണ്ണിന് കാഴ്ചയില്ലെങ്കിലും നിനക്ക് കണ്ണിന് കാഴ്ചയില്ല ആയിഷ, ആ വരുന്നാളെ നിനക്ക് കാണാൻ പറ്റുമോ? അന്യപുരുഷനല്ലേ. അതുകൊണ്ട് മാറി നിൽക്കാൻ വേണ്ടിയിട്ട് ഹബീബായ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവിയോട് പറഞ്ഞിട്ടുണ്ടെങ്കിൽ
സുബ്ഹാനല്ലാഹ്, അതിന്റെ ഗൗരവം എത്ര വലുതാണ്, അതിന്റെ ഗൗരവം എത്ര വലുതാണ്. അതേ ആയിഷ ബീവി ഹബീബായ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ വഫാത്തായതിനു ശേഷം അതേ റസൂലുള്ളാഹി തങ്ങളുടെ തൊട്ടടുത്ത് തന്നെ അവിടുത്തെ പിതാവായ സയ്യിദുന അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു അൻഹു വഫാത്തായി. സിദ്ദീഖ് തങ്ങളെ റസൂലുള്ളാഹി തങ്ങളുടെ ചാരത്ത് തന്നെ ദഫൻ ചെയ്തു. അപ്പൊ ആയിഷ ബീവിയുടെ വീടാണ്, ആയിഷ ബീവിന്റെ വീട്ടിന്റെ ഉള്ളിലാണ് റസൂലുള്ളാഹി തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്, സിദ്ദീഖ് തങ്ങളുടെ ഖബർ ഷരീഫ് ഉള്ളത്. അപ്പോ ഇടയ്ക്കിടെ ആയിഷ ബീവി ഖബർ സിയാറത്തിന് വേണ്ടിയിട്ട് ആ മുറിന്റെ ഉള്ളിൽ കടന്നു ഒക്കെയും അത്രയും ഔറത്തിന്റെ കാര്യമൊക്കെയും ശ്രദ്ധിക്കാനില്ലാതാണ്. കാരണം എന്താ, ഒന്ന് ഭർത്താവാണ്, ഒന്ന് ഉപ്പയാണ്. അപ്പൊ അവരുടെ ഇടയിലുള്ളവർ ഔറത്തുണ്ടല്ല. അത് കഴിഞ്ഞിട്ട് വരാനാകുമ്പോഴാണ് അതേ സ്ഥലത്ത് മഹാനായ സയ്യിദുന അമീറുൽ മുഅ്മിനീൻ ഉമർ ഇബ്നുൽ ഖത്താബ് റളിയല്ലാഹു അൻഹുവിനെ ദഫൻ ചെയ്തു. ആ ഉമർ തങ്ങളെ ദഫൻ ചെയ്തതിന് ശേഷം പരിപൂർണമായ രൂപത്തിലുള്ള അന്യപുരുഷന്റെ മുന്നിൽ മറക്കേണ്ട ഔറത്ത് മറച്ചിട്ടല്ലാതെ ആ മുറിക്കകത്ത് ആയിഷ ബീവി കടന്നിട്ടില്ല എന്നതാണ് ചരിത്രം. ധാരാളം മരിച്ചുപോയ ആളുടെ ഖബറിന്റെ അടുത്ത് പോലും ഔറത്ത് മറക്കുന്ന കാര്യത്തിൽ ശ്രദ്ധ വഹിച്ച മഹതിയായിരുന്നു ബീവി ആയിഷ റളിയല്ലാഹു അൻഹ. ഇന്ന് നമ്മുടെ മക്കളോ പേര് ആയിഷയാണ്, അവരുടെ മക്കളുടെ പേരെന്താ, പേര് ഖദീജയാണ്, പേര് നഫീസയാണ്. എന്നിട്ടോ ആയിഷ ബീവിയെ നാണിക്കുന്ന രൂപത്തിലുള്ള പ്രവർത്തനങ്ങൾ നമ്മുടെ മക്കൾ ചെയ്യുന്നു. ഇതൊക്കെ കുറെ പേരാണ്, ഫ്രണ്ട്സും അങ്ങനെ ഇങ്ങനെ കുറെ പേരുകളാണ്. ആ രൂപത്തിൽ ഓരോ ലജ്ജയുമില്ലാതെ പഠിപ്പിക്കണ്ട എന്നല്ല പറയുന്നത്, പഠിപ്പിക്കണം. ഇസ്ലാം എല്ലാ രൂപത്തിലും പഠനത്തിന്റെ പ്രോത്സാഹനം നൽകിയ മതമാണ്. ഇന്ന് നമുക്ക് ഹദീസ് പറഞ്ഞു തരുമ്പോ കൂടുതലായി ഹദീസ് ആരുടേതാണ്? ആയിഷ റളിയല്ലാഹു അൻഹയിൽ നിന്നിട്ട് റിപ്പോർട്ട് ചെയ്ത ഹദീസുകളാണ്. ഇൽമിന്റെ അതുപോലെ മതപഠനത്തിനോ അല്ലാത്ത പഠനത്തിന് ഇസ്ലാം ഒരിക്കലും വിരുദ്ധല്ല. പക്ഷെ അത് പഠിപ്പിക്കുന്ന സമയത്തിലുള്ള മര്യാദകൾ, എന്റെ മോള് ഏത് രൂപത്തിൽ സ്കൂളിൽ പോകുന്നു, എങ്ങനെയാണ് അവരുടെ പ്രവർത്തനം, അതൊക്കെയും ചെറിയ കാലത്ത് ഖുർആനിന്റെ ആ സ്വഭാവം നമ്മുടെ മക്കൾക്ക് നാം പഠിപ്പിച്ചവരാണെങ്കിൽ പിന്നെ പേടിക്കേണ്ട ആവശ്യമില്ല. നമുക്ക് ഇപ്പോ കഴിഞ്ഞ ആഴ്ച നമ്മുടെ കുംള സ്കൂളിൽ +1 പഠിക്കുന്ന മക്കളുടെ പേരൻസ് മീറ്റിംഗ് ഉണ്ടായി. അപ്പോ സ്കൂൾ അധ്യാപകരുടെ കർശനമായ നിയമം, കർശനമായ താക്കീതാണ്, ഒരിക്കലും സ്കൂളിൽ വരുന്ന സമയത്ത് അവരുടെ കയ്യിൽ മൊബൈൽ ഫോൺ കൊടുത്തുകൂടാ. മാസ്റ്റർ ആ ക്ലാസിന്റെ ഇടയിൽ കുടിച്ചെടുത്ത 4-5 കുട്ടികളുടെ മൊബൈലിന്റെ ആ കഥകളൊക്കെ പറഞ്ഞു. അപ്പൊ അത്രയും സ്കൂൾ അധ്യാപകന്മാര് പോലും കർശനമായി ആ പാടില്ലെന്ന് പറഞ്ഞ മൊബൈൽ ഫോണുകൾ നമ്മുടെ മക്കളുടെ കയ്യിൽ സ്നേഹത്തോടെ നാം ഏൽപ്പിക്കുകയാണ്. സ്കൂളിൽ പോകുമ്പോൾ കാണാം, ഇങ്ങനെ പോകുന്ന സമയത്ത് ബസ് കാത്തിരിക്കുമ്പോ ഇങ്ങനെ മൊബൈൽ വിളിച്ചിട്ട് ഇങ്ങനെ ചാറ്റിംഗ് ആണ്, സംസാരമാണ്. ആരോട് സംസാരം, ആരോടാണ് ഇതൊക്കെയും? ഇതിന്റെ ഉത്തരവാദികളായാണ് ഉപ്പമാരായ നാമാണ്, ഞങ്ങളാണ്. ഈ രൂപത്തിലാണ് നമ്മുടെ മക്കളെ നാം വളർത്തുന്നതെങ്കിൽ ഇന്നലെ കണ്ടില്ലേ ഒരു പ്രായമായ ഉമ്മാന് 4 മണി രാത്രി ഏതോ പണ്ടൊക്കെ ഞമ്മ പുരയിൽ കുറെ പൂച്ച ഉണ്ടെങ്കിൽ ഉമ്മമാരൊക്കെ ചാക്കിലാക്കിയിട്ട് ഏതെങ്കിലും ഒരു കാലിന്റെ അടുത്തോ കുന്നിലോ രാത്രി കൊണ്ടുപോയിട്ട് പൂച്ചനെ ഒഴിവാക്കുന്ന ഒരു പതിയൊക്കെ പണ്ടുണ്ടായിരുന്നു. പൂച്ചനെ നായ്ക്കുട്ടീനെ കൊണ്ടിട്ട്, കാരണം കൊരാകുമ്പോ ശല്യാന്ന് പറഞ്ഞു. ഇന്നലെ രാവിലെ മൊബൈൽ നോക്കുമ്പോൾ സുബ്ഹാനല്ലാഹ് പ്രായമായി എണീക്കാൻ നിൽക്കാൻ കഴിയാത്ത ഒരു ഉമ്മാനെ 4 മണി രാത്രിക്ക് മക്കൾ കൊണ്ടുപോയിട്ട് ഏതോ ഒരു കാട്ടിന്റെ അരികിൽ വിട്ടുവന്നത്. ഉമ്മാക്ക് എണീക്കാൻ കഴിയുന്നില്ല, നേർച്ചിട്ട് പ്രായമായ ഉമ്മയാണ്. സുബ്ഹാനല്ലാഹ്. ഉമ്മനോട് ചോദിക്കുന്നു, ഉമ്മ നിങ്ങൾ ആരും അവിടെ വിട്ടുപോയ? ഉമ്മക്കൊന്നും പറയാൻ പറ്റുന്നില്ല. 4 മണി രാത്രി. കാരണം എന്റെ മക്കളെ ചെറിയ ആ പ്രായത്തിൽ ഉമ്മാൻ എങ്ങനെ ബഹുമാനിക്കണം, ഉമ്മ ആരാണ്, ഉപ്പ ആരാണ്, ഖുർആൻ എന്താണ് എന്ന് പഠിപ്പിക്കാത്ത ഒരു ചുറ്റുപാട് മക്കളുടെ ജീവിതത്തിൽ അവരുടെ സ്വഭാവത്തിൽ വന്നപ്പോ പ്രായമായ ഉപ്പമാരും പ്രായം കൂടിയ ഉമ്മമാരൊക്കെയും ആ മക്കൾക്ക് വലിയ ഭാരമാണ്. എന്നതിന്റെ കാരണം ഈ രൂപത്തിലുള്ള സംവിധാനങ്ങളൊക്കെ കൊടുത്ത് നമ്മുടെ മക്കളെ പഠിപ്പിച്ചതുകൊണ്ടാണ്. ദീനീ ബോധത്തോടെ ദീനീ പഠനങ്ങൾ കൊടുത്ത് നമ്മുടെ മക്കളെ നാം വളർത്തുന്നുണ്ടെങ്കിൽ
ആ മക്കൾ നമുക്ക് വലിയ നിഅമത്തായി മാറും. അതല്ലെങ്കിൽ ആ മക്കൾ നമുക്ക് വലിയ ഫിത്നയായി മാറും. അള്ളാഹു സലാമത്താകട്ടെ. ഇൻഷാ അല്ലാഹ് വെള്ളിയാഴ്ച രാത്രിയാണ് കടന്നു വരുന്നത്. ഇനി കുറച്ച് രണ്ടാഴ്ചയും കൂടി കഴിഞ്ഞാൽ മാഷാ അല്ലാഹ് ഒരാഴ്ചയും കൂടി കഴിഞ്ഞാൽ നമുക്ക് പരിശുദ്ധമായ റബീഉൽ അവ്വൽ സ്വാഗതമാവുകയാണ്. മർഹബൻ യാ റസൂലല്ലാഹ് എന്ന് ഹബീബായ നിങ്ങളുടെ പേരിൽ മദ്ഹ് പാടാനും അവിടുത്തെ മദ്ഹുകൾ പറയാനും ഇൻഷാ അല്ലാഹ് വലിയ ഒരു സന്തോഷത്തിന്റെ മാസം അല്ലാഹു നമുക്ക് വരവേൽക്കാനുള്ള തൗഫീഖ് നൽകുമാറാകട്ടെ. നമ്മുടെ മക്കളൊക്കെ മാഷാ അല്ലാഹ് പുതിയ ഉസ്താദ് വന്നിട്ട് നമ്മുടെ മക്കൾക്ക് ദഫ് പഠിപ്പിക്കുന്നുണ്ട്, സ്കൗട്ട് പഠിക്കുന്നുണ്ട്, പാട്ട് പഠിക്കുന്നുണ്ട്. മാഷാ അല്ലാഹ് മക്കളൊക്കെയും വലിയ സന്തോഷമാണ്. ഇപ്പൊ പാഠങ്ങളൊക്കെ ഇല്ല, ഇപ്പൊ മക്കളി തന്നെയാണ് പാട്ട് പഠിക്കലും ഹിന്ദിയിലും അറബിയിലും ഉറുദിയിലും. ഇൻഷാ അല്ലാഹ് അതൊക്കെ കേട്ട് ആസ്വദിക്കാനുള്ള ഒരു ഒരു പ്രത്യേകമായ ഒരു താല്പര്യം നമ്മുടെ മനസ്സിലുണ്ടാവും. നമ്മൾ പഠിക്കുന്നില്ല, ഏതായാലും മക്കൾ പഠിക്കുന്നുണ്ട്, അത് നമുക്ക് കേൾക്കണം. ഇൻഷാ അല്ലാഹ് റബീഉൽ അവ്വൽ 12 അനുബന്ധിച്ച് നമ്മുടെ മക്കളുടെ പരിപാടികളൊക്കെ ഇൻഷാ അല്ലാഹ് നടക്കുന്നതിന് അതിന് വേണ്ടിയിട്ട് നാല് കഴിഞ്ഞിട്ട് ഇൻഷാ അല്ലാഹ് നമ്മുടെ മദ്രസ ഹാളിൽ അതിന്റെ ഒരു സെറ്റപ്പിനെ കുറിച്ച് സംസാരിക്കാനുള്ള ഒരു മീറ്റിംഗ് നമ്മുടെ കമ്മിറ്റി ഭാരവാഹികൾ വിളിച്ചിട്ടുണ്ട്. റസൂലുള്ളാഹി ഞങ്ങളെ സ്നേഹിച്ച് അതിലൊക്കെയും എല്ലാവരും പങ്കാളികളാകണം. ഒന്നില്ലെങ്കിൽ ആ സദസ്സിൽ കൂടുതൽ തന്നെ, കാരണം റസൂലുള്ളാഹിക്ക് വേണ്ടിയിട്ടാണ് അതിൽ സംസാരിക്കുന്നത് മുഴുവൻ. കൂടുതൽ തന്നെ വലിയ ബർക്കത്താണ്. എല്ലാവരും സദസ്സിലുള്ളവരും ഇനി ശബ്ദം കേൾക്കുന്ന ആളുകളൊക്കെയും അതിന് വലിയ ഒരു ദൗത്യമായി ഏറ്റെടുത്തുകൊണ്ട് എല്ലാ രൂപത്തിലും അതിന് വേണ്ട സാമ്പത്തികമായ സഹായങ്ങൾ വേണോ, ശാരീരികമായ അധ്വാനങ്ങൾ വേണോ, അതല്ലെങ്കിൽ ഏത് രൂപത്തിലുള്ള സഹകരണങ്ങൾ ചെയ്യാനും ഞാൻ തയ്യാറാണെന്ന നിയ്യത്തോടെ അതിനെ വിജയിപ്പിക്കാൻ വേണ്ടി ഓരോരുത്തരും പരിശ്രമിക്കാൻ തയ്യാറെടുപ്പ് നടത്താം. അല്ലാഹു തആല നമ്മുടെ എല്ലാ കാര്യങ്ങളും പ്രചോദനം നീ ഏറ്റെടുക്കണേ അല്ലാഹ്, വിജയത്തിലാക്കി തരണേ അല്ലാഹ്. ഹബീബായ ഞങ്ങളുടെ 1500ാമത്തെ ജന്മദിനമാണ് നമ്മിലേക്ക് കടന്നു വരുന്നത്. പറച്ചോനെ റഹ്മത്തുൽ ലിൽ ആലമീനായ മുഹമ്മദ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളെ സ്നേഹിച്ചതിന്റെ പേരിൽ അവിടുത്തെ റഹ്മത്ത് കൊണ്ട് സ്വർഗ്ഗത്തിലെത്തിപ്പെടാനും അവിടുത്തെ റഹ്മത്ത് കൊണ്ട് ശഫാഅത്തുൽ ഉളമയിൽ ഒരുമിച്ച് കൂടാനും റൗദുൽ കൗസർ വാങ്ങിക്കുടിക്കാനും പടച്ചോനെ ഞങ്ങൾക്ക് ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സർവ്വ മുഅ്മിനാത്തുകൾക്കും അല്ലാഹ് ഒരുപാട് റബീഉൽ അവ്വലുകൾ നമ്മിൽ നിന്ന് കഴിഞ്ഞു പോയപ്പോ അതിനു വേണ്ടി പല രൂപത്തിലും സഹായിച്ചവരിൽ അതുപോലെ സഹകരിച്ചവരിൽ പല രൂപത്തിലും അതിനു വേണ്ടി കഷ്ടപ്പെട്ടവരിൽ പലരും മരിച്ചുപോയവരാണ്. പടച്ചോനെ അവർക്കെല്ലാം ആ സൗഭാഗ്യം നീ നൽകണേ റഹ്മാനെ. ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് സ്വർഗ്ഗത്തിൽ ഉന്നതമായ ദറജ നീ നൽകണേ അല്ലാഹ്. ദുന്യവിയും മുഖ്റവിയുമായ സർവ്വ ബേജാറുകളും പ്രശ്നങ്ങളും പ്രയാസങ്ങളും പ്രതിസന്ധികളും പടച്ചവനെ നിന്റെ ഹബീബിന്റെ ബറക്കത്ത് കൊണ്ട് നീ നീക്കിത്തരണേ അല്ലാഹ്. ഒരുപാട് ആളുകൾ പലവിധ രോഗങ്ങളെ കൊണ്ട് പ്രയാസപ്പെടുന്നവരാണ് അല്ലാഹ്. ചെറിയ മക്കളടക്കം ചെറുപ്പക്കാരടക്കം നമ്മുടെ നാട്ടിലുള്ള എന്റെ കുടുംബത്തിൽപ്പെട്ട ഒരു പ്രിയപ്പെട്ട കൂട്ടുകാരന്റെ 17 വയസ്സുള്ള മകൻ സുബ്ഹാന ജല്ല ജലാലു +2 പഠിക്കുന്ന മോനാണ്. പ്രത്യേകമായ ഒരു രോഗം വന്ന് 50 ലക്ഷത്തോളം ചെലവ് വരുന്നുണ്ട്. പ്രത്യേകമായി വാട്സപ്പിലൊക്കെ അതിന്റെ പിരിവ് നടക്കുകയാണ്. ഉപ്പയും ഉമ്മയും കുടുംബങ്ങളൊക്കെയും പ്രയാസത്തിലാണ്. പടച്ചോനെ ശിഫ നൽകണേ അല്ലാഹ്, ശിഫ നൽകണേ അല്ലാഹ്. അതിന്റെ വേണ്ട സാമ്പത്തികമായ ആ സഹായം കുടുംബത്തിന്റെ കയ്യിലേക്ക് നീ എത്തിച്ചു കൊടുക്കണേ അല്ലാഹ്. അതുപോലെയുള്ള മാരകമായ രോഗങ്ങളിൽ നിന്ന് യാ അല്ലാഹ് ഞങ്ങളെയും നമ്മുടെ മക്കള്, ഭാര്യ, ഉമ്മ, ഉപ്പ, കുടുംബങ്ങൾ ഞങ്ങളുമായി ബന്ധപ്പെടുന്ന സർവ്വ മുഅ്മിനാത്തുകൾക്കും നീ സലാമത്ത് നൽകണേ അല്ലാഹ്, കാവൽ നൽകണേ അല്ലാഹ്. ആഫിയത്തുള്ള ശരീരം, മനസ്സമാധാനമുള്ള ഹൃദയം റബ്ബേ മരണം വരെ നീ നിലനിർത്തി തരണേ അല്ലാഹ്. മരിച്ചുപോയ നമ്മുടെ ഒരുപാട് കുടുംബങ്ങൾ അല്ലാത്തവരും പലരും പള്ളിക്കാട്ടിലാണ് പടച്ചോനെ. ഈ പള്ളിയുടെ ജമാഅത്ത് പള്ളിയുടെ പല പള്ളികളുടെ ചുറ്റുഭാഗങ്ങളിൽ അവർ ഖബറിലാണല്ലോ. പ്രത്യേകമായ മഗ്ഫിറത്ത് കൊണ്ട് അനുഗ്രഹിക്കണേ അല്ലാഹ്, റഹ്മത്ത് കൊണ്ട് അവരെ നീ പൊതിയണേ അല്ലാഹ്. ജന്നാത്തുൽ നഈം എന്ന സ്വർഗ്ഗം ഔദാര്യമായി അവർക്കും ഞങ്ങൾക്കും ബന്ധപ്പെടുന്ന എല്ലാവർക്കും നൽകല്ലാഹ്. ബിഹബ്ബി സയ്യിദിനാ മുഹമ്മദിൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം. ഹസ്ബുനല്ലാഹ് ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل، نعم المولى ونعم النصير. حسبنا الله ونعم الوكيل،
نعم المولى ونعم النصير.